അപ്പോൾ നമ്മുടെ അടുത്തൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ വയനാടൻ യാത്രയ്ക്ക് ശേഷം കുറച്ച് ഇടവേളക്ക് ശേഷമാണ് നമ്മളെ ഈ ഒരു അടുത്ത വീഡിയോയിൽ ഞങ്ങൾ വരുന്നത്. അപ്പൊ നമ്മൾ ഇന്ന് കാണാൻ വേണ്ടി പോകുന്നത് എന്താടാ പറഞ്ഞോടുക്ക്? ഇന്ന് കാണാൻ പോകുന്നത് വേറെ എവിടെയല്ല, നമ്മുടെ കൂടെയുള്ള വിഷ്ണുവിന്റെ നാടായ മൂരാട് നിന്നുള്ള വീഡിയോസ് ആണ് ഇന്ന് വരാൻ പോകുന്നത്. ഇന്ന് ഞങ്ങൾ എടുക്കുന്നത് അപ്പം അവിടെയുള്ള കാഴ്ചകളാണ്. അവിടെ നല്ല മനോഹരമായ ഒരു പുഴയുണ്ട്. പുഴയുടെ നടുവിലായിട്ടൊരു തുരുത്തുണ്ട്. ആ തുരുത്ത് എന്ന് വെച്ചാല് അതാണ് തുരുത്ത്. കറക്റ്റ് ക്ലിയർ ആകുന്നുണ്ടോന്ന് അറിയില്ല, എന്നാലും ഈ തുരുത്തിലേക്കാണ് നമ്മൾ പോകാൻ പോകുന്നത്. അപ്പൊ നമ്മളെ ഈ പുഴ വേറെ നല്ല കുറ്റിയാടി പുഴയാണ്, മൂരാട് പാലം. ഇത്ര ഡീറ്റെയിൽ ആയിട്ടൊന്നും എനിക്കൊന്നും അറിയില്ല, അതാ പിന്നെ എന്റെ കയ്യിൽ ക്യാമറ കൊടുത്തേ ബാക്കി പറഞ്ഞോളൂ. അപ്പൊ നമ്മുടെ ഇത് കുറ്റിയാടി പുഴയാണ്. മൂരാട് പാലം ഒക്കെ സ്ഥിതി ചെയ്യുന്നത് ഈ കുറ്റിയാടി പുഴയുടെ ഭാഗത്താണ്. നിങ്ങൾ സ്ഥിരം ഈ വഴിക്കൊക്കെ തന്നെ പോയിട്ടുണ്ടാവും, പോകാത്തവരും ഉണ്ടാവും. അപ്പം മൂരാട് നിന്നും ഏകദേശം ഒരു ഉള്ളോട്ടേക്ക് ഒരു കിലോമീറ്ററോളം ഉണ്ട് ഇവിടത്തേക്ക്. ഇവിടുന്ന് കാണുന്ന സ്ഥലമാണ് ആ കാണുന്ന തുരുത്ത്. ആ തുരുത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. ആ തുരുത്തിന് പ്രത്യേകിച്ച് പേരും കാര്യങ്ങളൊന്നുമില്ല, പ്രൈവറ്റ് പ്രോപ്പർട്ടി ആണല്ലേ, അതാണ്. അപ്പൊ നമ്മൾ അവിടേക്കാണ് കയറുന്നത്. അതിക്രമിച്ച് കയറുന്നൊന്നുമല്ല, സ്ഥലങ്ങളെല്ലാം കാണുന്ന പോരുണ്ട്. ഇപ്പൊ ഒരു വീഡിയോ എടുക്കാൻ പൂതി അല്ലേ? അതന്നെ, അത്ര മാത്രം പറയാം. പ്രത്യേകിച്ച് ഇപ്പൊ വലിയ വലിയ കണ്ടന്റും കാര്യങ്ങളൊന്നുമില്ല. പിന്നെ അതുകൊണ്ടാണ് നമ്മള് പെട്ടെന്ന് അവിടത്തേക്ക് പോകാൻ തീരുമാനിച്ചിട്ടുള്ളത്. അപ്പം ബാക്കി കാഴ്ചകൾ നമുക്ക് അവിടെ പോയിട്ട് കാണാം. അപ്പൊ നമുക്ക് ഈ പുഴ കടന്നിട്ട് വേണം ആ തുരുത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. അപ്പൊ പോകാൻ വേണ്ടി നമുക്ക് വേറെ വാഹനങ്ങളൊന്നും ഇല്ലല്ലോ, നമുക്ക് ആകെയുള്ളത് ഈ തോണിയാണ്. ഈ തോണിയിൽ ഇതിന്റെ അപ്പുറത്തെ തോണി എടുത്തിട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പം രാവിലെ നമ്മൾ ഈ തോണിയിലാണ് നമ്മൾ കാഴ്ചകളൊക്കെ തന്നെ കാണിച്ചിട്ടുള്ളത്. പുഴയിൽ നമ്മൾ രാവിലെ ഒക്കെ കറങ്ങി. ഇപ്പൊ ഏകദേശം നല്ല ഒഴുക്കുണ്ട്, ഉച്ച സമയമായതുകൊണ്ട് നല്ല ഒഴുക്കുണ്ട്. അപ്പൊ നമ്മൾ ആ ഒഴുക്കിനെ വെട്ടിച്ചിട്ടാണ് അക്കരക്ക് എത്തേണ്ടത്. വലിയൊരു ടാസ്ക് തന്നെയാണ്. അപ്പോ എനിക്കിത് ഡ്രൈവ് ചെയ്യുന്ന അറിയില്ല, ആശാൻ ഇതാണ് ആശാൻ. അതായത് ഞാനാണ് ഡ്രൈവർ, കപ്പിത്താൻ. അപ്പൊ നമുക്ക് ബാക്കി കാഴ്ചകളൊക്കെ തന്നെ അവിടെ പോയിട്ട് കാണാം. പ്രത്യേകിച്ച് പറഞ്ഞു പൊലിപ്പിക്കൊന്നുമില്ലല്ലേ. അപ്പോ നമ്മളെ തോണി റെഡിയായി കഴിഞ്ഞു. നമ്മളെ കപ്പിത്താൻ അതാ അവിടെ ഇരുന്ന് പങ്കായം പിടിച്ച് കുത്തിരിക്കുന്നുണ്ട്. ഇതാണ് നമ്മൾ ഇതാണ് ഇതുകൊണ്ടാന്നല്ലേ, ഇതാണ് സ്റ്റിയറിംഗ് അല്ലേ, സ്റ്റിയറിംഗ്. ഇതിട്ട് നമ്മളിങ്ങനെ വളച്ചും ഒടിച്ചും പോണം. വേഗം കയറി. നമ്മുടെ കപ്പിത്താൻ പറയുകയാണ് ഗംഭീര ഒഴുക്കാണ് കേട്ടോ. എനക്കൊന്നും പിടിച്ചാൽ കിട്ടൂല്ലോ തോണി. ഇങ്ങനെ ആരും തോണിയൊന്നും എടുത്ത് അറിഞ്ഞോടെ പോവാൻ നിൽക്കണ്ട കേട്ടോ, നല്ല സീനാണ്. എനിക്ക് നല്ല പേടിയുണ്ട്. എനിക്ക് നല്ല പേടിയുണ്ട്. നമ്മള് പേടിച്ചിട്ട് കാര്യമില്ലല്ലോ. മൂരാട് പാലം 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 കാണുന്നുണ്ട്, പക്ഷെ ഇതിൽ കാണുന്നുണ്ടോ? കാണുന്നതാണ് മൂരാട് പാലം. കാണുന്നില്ലടാ ഇതില്. സോറി സോറി സോറി, നിങ്ങൾ പറഞ്ഞു, പക്ഷെങ്കിൽ ഇതിൽ കാണുന്നില്ല പാലം. അങ്ങനെ കാട്ടിന്റെ ഉള്ളിലാണ് നമ്മളുള്ളത്, കാട്ടിന്റെ ഉള്ളില്. ഓ മൈ ഗോഡ്, നമ്മുടെ തുരുത്തിലേക്കുള്ള എൻട്രി ആണ് എത്തിയിരിക്കുകയാണ് പ്രേക്ഷകരെ അല്ലേ. അതാ ഇപ്പൊ നമ്മുടെ ചെക്കനതാ തോണിന്ന് ഇറങ്ങാണ്. കുറച്ച് റിസ്ക് ആണ് കയറാൻ ചെയ്യാനൊക്കെ. നമ്മള് പെട്ടെന്ന് എത്തി, അക്കരന്ന് പെട്ടെന്ന് ഈ തുരുത്തിലേക്ക് എത്തിയിട്ടുണ്ട്. കാരണം പിടിച്ചു പിടിച്ചാ അങ്ങനെ കയറില്ല, അങ്ങനെ ബൂം 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 ബൂം, ഡേഞ്ചർ പരിപാടി കേട്ടോ. ഈ അങ്ങനെ ഇതാക്കണ്ട, വള്ളിടി ഈ തോണി നിന്നു. അപ്പോ നമ്മുടെ ചെക്കൻ കയറിയിട്ടുണ്ട്. നൈസായിട്ടൊന്നും ഇപ്പം പാളിപ്പൂവിനും വീഴും പുഴയിലേക്ക്. അപ്പൊ ഞാൻ പോയിട്ട് രക്ഷപ്പെടുത്തുക. വള്ളിയൊക്കെ കൂടി. അപ്പൊ നമുക്ക് ബാക്കി കാഴ്ചകൾ കാണാം അല്ലേ. എന്നാല് കാണാം. നിറയെ കണ്ടൽ കാടാണ് നമ്മൾ ഇറങ്ങിയ സ്ഥലത്ത് തന്നെ ഉള്ളത്. അപ്പം ഇനി അങ്ങോട്ടെന്തൊക്കെയാണുള്ളതെന്ന് അറിയില്ല, അതൊക്കെ നമുക്ക് എന്തായാലും പോയി കാണാം. ആൾത്താമസമുള്ള ഒരു സ്ഥലം കാണിച്ചു തരാം. ആൾത്താമസമൊന്നുമില്ല, അവിടെ നിന്ന് തേങ്ങയൊക്കെ കൂട്ടിയിട്ടുണ്ട്. ദൂരെ കാണുന്നുണ്ട് വീടാണ്. അങ്ങനെ എന്തെങ്കിലും പറയാം, റെസ്റ്റ് ഹൗസോ എന്താ പറയാ. ഒരു കിണറുണ്ട്, ഒരു ചെറിയൊരു കല്ലുകൊണ്ട് ഉണ്ടാക്കി. നല്ലൊരു കിടില സാധനം അല്ലടാ, നല്ല ശല്യാണ്. പണ്ട് എന്താ പറയണ്ട, ഒരു പോയനെ നടുക്ക് ഇങ്ങനത്തെ ഒരു സ്ഥലം വെച്ചാല് പൊളിയാണ്. ഒരു കിണറൊക്കെ ഉണ്ട്. കുടിക്കാനൊന്നും പറ്റില്ല, കണ്ടാലറിയാം. കിണറ്റിലാകെ ഈ ഓലയും മടലും എന്തെല്ലാം ഉണ്ട് അതിൽ. ഈ കല്ലുകൊണ്ടാണ് ഈ തുരുത്ത് മുഴുവനായിട്ട് ചുറ്റിലും കെട്ടിയിട്ടുള്ളത്, മണ്ണൊന്നും ഒലിച്ചു നിൽക്കാൻ വേണ്ടിയിട്ട്. അപ്പം അതേ കല്ലുകൊണ്ട് തന്നെയാണ് ഇതും കെട്ടിയിട്ടുള്ളത്. സംഭവം അടിപൊളിയാണ്. എന്നാലും കെട്ടിയ കാലത്ത് ഇത് കൊണ്ടുപോകുന്ന സമ്മതികളല്ലേ. അത് പോയതിനെ നടുവിലേക്ക് എന്തായാലും തോണിയിലൊക്കെ വെച്ചിട്ടായിരിക്കും ചിലപ്പോൾ ഇങ്ങോട്ട് ഈ സാധനങ്ങൾ കൊണ്ടുവന്ന്. പിന്നെ ഈ തുരുത്ത് മുഴുവനായിട്ട് ഇതുപോലത്തെ ചെറിയ കല്ലല്ല, വലിയ കല്ലുകളാണ്.
കാണിച്ചു തരാം. ആ കല്ലുകൊണ്ടാണ് കെട്ടിയിട്ട് ഈ തുരുത്തുണ്ടാക്കിയത്. അപ്പം ഇതാ ആ കാണുന്നതാണ് മൂരാട് പാലം. ചെറുതായിട്ട് കാണാം, വലിയൊരു ക്ലാരിറ്റി ഒന്നും ഇല്ലെങ്കിൽ സാധനം കാണാം. എടാ ഇതെന്ത് വരാടാ? എനിക്കറിയില്ല. സാധനം നല്ല രസമുണ്ട്, കാണാൻ നല്ല രസമുണ്ട്. വലിയ ഇലയിലായിട്ട് ഇതാ ഇങ്ങനെ ആൽമരത്തിന്റെ മറ്റേ എന്താ ഇന്നത്തെ അതിനും പറയടാ, വേരല്ലേ? അല്ല, ആൽമരത്തിന് കാണുന്നൊരു സാധനം ഇല്ല ഇങ്ങനത്തെ ഈ സാധനം. നല്ല കട്ടിയുള്ള ഇലയാണ്. അപ്പൊ നമ്മള് തുരുത്തിന്റെ ആ ഭാഗത്ത് ഇറങ്ങിയിട്ട് നമ്മള് ഇപ്പുറത്തെ എൻഡിലേക്ക് എത്തിയിട്ടുണ്ട്. നമ്മളെ മരത്തിന്റെ ഒരു നല്ല വ്യൂ കാണുന്നുണ്ടാവില്ലേ? അതാണ് സാധനം. വലിയൊരു ഇലയാണ്, ചോന്ന് നിൽക്കുന്നുണ്ട്. പിന്നെ ഒരു പച്ച കളറുള്ള ഇലയുണ്ട്. രണ്ടുതരം ഇലയാന്നുള്ളത്. അപ്പൊ നമുക്ക് ഇവിടുന്നുള്ള കാഴ്ചകൾ കാണാം. ഇവിടുന്ന് ഇപ്പൊ കാണാൻ വേണ്ടി പറ്റുന്നത് നല്ല അടിപൊളിയായിട്ട് കണ്ണുകൊണ്ട് നമുക്ക് മൂരാട് പാലം കാണാൻ വേണ്ടി പറ്റും. മൂരാട് പാലത്തിനെ പറ്റി അറിയാലോ, നിറച്ച് എപ്പം ബ്ലോക്ക് ഉണ്ടാകുന്ന സ്ഥലമാണ്. ഇതിലൂടെ പോയ ആളൊരിക്കലും മൂരാട് പാലം മറന്നുപോല. അതാണ്. പിന്നെ ഇതുപോലെ തന്നെ ഇപ്പുറത്തെ ഒരു തുരുത്തുണ്ട്. അത് വലിയ തുരുത്തല്ല, അവിടെ ആൾത്താമസം ഉണ്ട് തോന്നിട്ടോ. ആൾത്താമസം വീടൊക്കെ ഉണ്ട് അവിടെ. അത് അവിടെ ഒരു വീട് കാണുന്നുണ്ട്, ചെറിയൊരു തുരുത്തുണ്ട്. അപ്പോൾ അടുത്തടുത്തായിട്ട് ചെറിയ ചെറിയ തുരുത്തുകളുണ്ട്. അപ്പോൾ ഇതാണ് കുറച്ചുകൂടെ മനോഹരമായ ഒരു തുരുത്തല്ലേ, കാണാൻ രസമുള്ള ഭംഗിയുള്ള. ഈ തുരുത്തുകളിൽ ഇവിടെയുള്ള തുരുത്തുകളിൽ ഏറ്റവും വലിയ തുരുത്ത് ഇതാണ്. അപ്പൊ നമ്മുടെ തുരുത്തിന്റെ ഉള്ളിലെ കാഴ്ചകൾ ഇതൊക്കെ തന്നെയാണ്. ഇത്രയൊക്കെ ഉള്ളൂ. തുരുത്തിന്റെ ഉള്ളിലെ കാഴ്ചകൾ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പൊ നമുക്ക് പുറമേയുള്ള കാഴ്ചകൾ പറ്റിയെങ്കിൽ നമ്മൾ ഷൂട്ട് ചെയ്തെന്നാലും കാണിച്ചിരും അല്ലേ? അപ്പോ ഇവിടുന്ന് ഞാൻ തിരിച്ചു വീട്ടിലേക്ക് പോവാണ്. അപ്പം തുരുത്തിന്റെ എൻഡ് വരെ നമ്മൾ എത്തിയിട്ടുണ്ട്. ഞാൻ ഇന്നലെ ഇവിടെ എത്തിയാണ്. അപ്പൊ രാവിലെ വന്നിട്ട് രാവിലത്തെ ഷൂട്ട് ഇവിടെ എടുത്ത് ഇനിയിപ്പോ ഉച്ചയ്ക്ക് വന്നിട്ട് ഞാൻ തുരുത്തിലെ കാഴ്ചകളൊക്കെ എടുത്ത് ഇനിയിപ്പോ കാണിക്കാനുള്ളത് വൈകുന്നേരത്തെ കാഴ്ചകൾ. വൈകുന്നേരത്തെ കാഴ്ച മാത്രം എനിക്കുള്ളൂ. അപ്പൊ നമുക്ക് അതിനു വേണ്ടി വെയിറ്റ് ചെയ്യാം. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു തുരുത്തിന്റെ ചുറ്റിലും കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ കല്ലും, വലിയൊരു കല്ലും കെട്ടിയിട്ടുണ്ട്. അത് കാണിച്ചു തരാം. ഇതാ പൊട്ടിപ്പോയല്ലോ, കെട്ടിയതൊക്കെ തന്നെ പൊട്ടിയിട്ടുണ്ട്. ചിലപ്പോൾ വെള്ളം കയറി പൊട്ടിയതായിരിക്കും. അപ്പൊ ഇങ്ങനത്തെ കല്ലുകൊണ്ടാണ് കെട്ടിയിട്ടുള്ളതാ. കണ്ടോ, ഒരു ചെങ്കല്ല് മോഡൽ സാധനമാണ്. ചെങ്കല്ല് ചെങ്കല്ലാണ് വീട്ടിലേക്ക് വരുന്ന മറ്റേ ചതുരത്തിലല്ലേ. ഇത് പക്ഷെ ആകൃതിയൊന്നുമില്ല, അങ്ങനെ ഉരുണ്ടും അങ്ങനെ ഷേപ്പൊന്നും ഇല്ലാത്ത രീതിയിലാണ് വരുന്നത്. എന്തോ ഒരു ഷേപ്പില് പണ്ട് കാലങ്ങളിലുള്ള കല്ലായിരിക്കും. അതൊന്നും അറിയില്ലടാ. ഇത് പണ്ട് കാലത്ത് ഇപ്പൊ അടുത്ത് കുറച്ചായി കള്ളു കിട്ടിയിട്ട്. ഇതോ കുറച്ചായില്ല. ഇതിന്റെ ചുറ്റിയുള്ള പണി കഴിഞ്ഞിട്ട് ഒരു കുറച്ച് പോലെ. സത്യം പറഞ്ഞാൽ ഇവിടെ വന്ന് നിൽക്കാൻ വേറൊരു മൂടല്ലടാ. നല്ല രസമില്ലേ? ആരും അലമ്പാക്കാനുമില്ല, ഒന്നിനുമില്ല. എന്താ പറയണ്ട, ഇവിടെ അടിക്കുന്ന അന്തരീക്ഷവും കാറ്റും കിളികളൊച്ചയും അതുപോലെ തന്നെ എന്താ പറയണ്ട, ആകെ ഇവിടെ ഒരു അലമ്പായിട്ട് ഇപ്പൊ ഞങ്ങൾ മാത്രമേ ഉള്ളൂ അല്ലേ? വേറൊന്നുമില്ല. ശ്രദ്ധിക്കുന്ന തത്ത കരയാന്ന് വെച്ചാണ്. ഇവിടുത്തെ പൊത്തുകളൊക്കെ തെങ്ങിന്റെ പൊത്തിലും തത്തയുണ്ട്. അതുപോലെ തന്നെ രാവിലെ വന്നപ്പോ കൊച്ചയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നില്ലേ? കൊച്ച, കാക്ക, അങ്ങനെ പുഴക്കാക്ക, അങ്ങനെ ഒരുപാട് സാധനങ്ങൾ കണ്ടിട്ടുണ്ട്. അപ്പോ നമ്മൾ തിരിച്ച് അക്കരക്ക് പോവാണ്. അപ്പൊ അതിനു വേണ്ടി വിഷ്ണു കപ്പിത്താൻ തോടിയിലേക്ക് കയറുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അപ്പൊ കേറിയാട്ടെ. അപ്പൊ ഞാൻ പോയി ടാറ്റ. അപ്പൊ നമ്മുടെ ചക്കര ഇവിടെ ആക്കിയിരിക്കുകയാണ്. ഇതെങ്ങനെയാ ഉണ്ടോന്ന് എനിക്ക് സത്യം പറഞ്ഞാൽ തോന്നിയിട്ട് കിട്ടായില്ല. എങ്ങനെയായിരിക്കും നല്ല ഇരിക്കാ ഫോൺ നല്ല സേഫ് ആക്കിച്ചോളെ. അപ്പം നമ്മുടെ വീഡിയോ അവസാനിപ്പിക്കാൻ വേണ്ടി പോവാണ്. നമ്മളോട് കുറച്ച് ലേറ്റായി പോയിട്ടുണ്ട്. നമ്മൾ സൂര്യൻ ഒന്ന് താണ് വരുന്ന കൂടി കാണിക്കാമെന്ന് വെച്ചിനും, അപ്പം പറ്റിയില്ല. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിങ്ങനെ പിന്നാമ്പുറം കാണിച്ചിട്ട് വീഡിയോ എടുത്തത്. അപ്പോൾ എന്താ നടന്നു വന്നതിനെ കൊണ്ട് ഞങ്ങൾ വിഷ്ണുവിൻ്റെ വീട്ടിൽ നിന്നാണ് വരുന്നത്. അപ്പം നടന്നിട്ട് പാലത്തിൻ്റെ മുകളിൽ നിന്ന് ഒരു സൺസെറ്റ് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ച്
ഇവിടെ എത്തുമ്പോഴേക്ക് ആള് പോയി കളഞ്ഞു. അതന്നെ. അപ്പം ഇങ്ങനെ മാത്രമാണ് ഞങ്ങക്ക് കിട്ടിയത്. ഇത് മാത്രമേ കിട്ടിയുള്ളൂ. അപ്പൊ നമുക്ക് എന്താ നമ്മുടെ വീഡിയോ അവസാനിപ്പിക്കല്ലേ? വീഡിയോ അവസാനിപ്പിക്കാം. പിന്നെ ഇവിടുത്തെ ഒന്ന് ചുറ്റുപാടൊന്ന് കാണിച്ചു തരാം എന്താണ്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കൂടി നമ്മുടെ കമൻറ്റിൽ രേഖപ്പെടുത്തുക. ഇല്ലടാ വേറെന്താ? ഒന്നുമില്ല, അത്ര മാത്രമേ ഉള്ളൂ. എന്നാൽ പിന്നെ അടുത്തൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ വീണ്ടും വരും. ഓക്കെ. അപ്പോൾ ഇത് ഞങ്ങളോട് ക്ഷമിക്കുക അല്ലേ? അതന്നെ. അപ്പം ഇതാണ് സുഹൃത്തുക്കളെ നമ്മുടെ മൂരാട് പാലം. അപ്പം ഇതുവഴി വന്ന ആരും ഈ പാലം എന്തായാലും മറക്കൂല. കുറേ ദിവസമായിട്ട് നല്ല ഒടുക്കത്തെ ബ്ലോക്കാണ് ഇവിടെ. ഞാൻ ഒന്നും പറയണ്ടല്ലോ അല്ലടാ, എപ്പോഴും ബ്ലോക്കാണ്. രാവിലെ വന്നാലും ഉച്ചക്ക് വന്നാലും വൈകുന്നേരം വന്നാലും ഇനിയിപ്പോൾ രാത്രി വന്നാലും പുലച്ചൊക്കെ വന്നാലും ഇവിടെ ബ്ലോക്ക് ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെയും പ്രസിദ്ധമായൊരു സ്ഥലമാണല്ലേ? ബ്ലോക്ക് കൊണ്ട് പ്രസിദ്ധമായൊരു, അതെ, ചുരുങ്ങിയതിൽ ഒരു സ്ഥലം. അതെ, ചുരുങ്ങിയ. അപ്പം നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കല്ലേ എന്നാല്? പിന്നെ ഞങ്ങളെ കാണിക്കാണ്ട് നമ്മളെ വീഡിയോ ഞങ്ങൾ ആദ്യമായിട്ട് അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ഇരുടായോണ്ടാണ്. അതിന് മാത്രമൊന്നുമില്ല, 4-5 വീഡിയോ ഇറക്കിക്കുള്ളൂ. അതല്ലേ? എന്നാലും എടുത്ത വീഡിയോയിൽ നമ്മൾ ആദ്യമായിട്ട് നമ്മളെ ഫേസ് കാണിക്കാണ്ട് അവസാനിപ്പിക്കുന്നത്. സാധാരണ നമ്മൾ ലൈറ്റൊക്കെ എടുത്ത് പോക്കാണ്. ഇപ്പോൾ കയ്യിൽ ലൈറ്റൊന്നും ഇല്ല. ഫ്ലാഷ് അടിച്ചിട്ട് ചെയ്താൽ തന്നെ ഫേസ് എന്തായാലും കാണുകയില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു എൻഡിങ്. യെസ്. അപ്പം എന്നാൽ ടാറ്റാ ബൈ ബൈ.